പി എൻ പണിക്കരുടെ ജന്മനാട് ഏതാണ്? ഉത്തരം എ ആലപ്പുഴ, ബി അമ്പലപ്പുഴ, സി നീലംപേരൂർ, ഡി കുമാരപുരം. ശരിയുത്തരം സി നീലംപേരൂർ. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന വായനാദിന ക്വിസ് LP UP വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അനുയോജ്യമായ, ഒട്ടും മറക്കാതെ ഓർത്തുവെക്കേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ ഈ വായനാദിന ക്വിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചോദ്യങ്ങൾ നോക്കാം. പി എൻ പണിക്കരുടെ മാതാവിൻ്റെ പേര്? എ ജാനകിയമ്മ, ബി കമലമ്മ, സി കനകമ്മ, ഡി ജാനമ്മ. ശരിയുത്തരം എ ജാനകിയമ്മ. ജാനകിയമ്മ. പി എൻ പണിക്കരുടെ പിതാവിൻ്റെ പേര്? എ ഭാസ്കരപിള്ള, ബി ബാലകൃഷ്ണപിള്ള, സി പത്മനാഭപിള്ള, ഡി ഗോവിന്ദപിള്ള. ശരിയുത്തരം ഡി ഗോവിന്ദപിള്ള. ഗോവിന്ദപിള്ള. പി എൻ പണിക്കർ പഠനശേഷം ഏത് തൊഴിലിൽ ആണ് ഏർപ്പെട്ടത്? എ അധ്യാപകൻ, ബി വക്കീൽ, സി ക്ലാർക്ക്, ഡി വൈദ്യൻ. ശരിയുത്തരം എ അധ്യാപകൻ. അധ്യാപകൻ. പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര്? എ ദേശോദ്ധാരണം, ബി ദേശസേവ, സി ഗ്രാമോദ്ധാരണ, ഡി സനാതനധർമ്മം. ശരിയുത്തരം ഡി സനാതനധർമ്മം വായനശാല. പണിക്കർ അമ്പലപ്പുഴയിൽ ആരംഭിച്ച വായനശാല ഏത്? ഉത്തരങ്ങൾ എ PK മെമ്മോറിയൽ, ബി വിശ്വദീപം, സി ദേശസേവ, ഡി ദേശോദ്ധാരണ. ശരിയുത്തരം എ PK മെമ്മോറിയൽ വായനശാല. പി എൻ പണിക്കർ മരണപ്പെട്ടത് എന്നാണ്? എ 1993 ജൂൺ 19, ബി 1994 ജൂൺ 19, സി 1995 ജൂൺ 19, ഡി 1996 ജൂൺ 19. ശരിയുത്തരം സി 1995 ജൂൺ 19. പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായന ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഏതു വർഷം? എ 1995, ബി 1996, സി 1997, ഡി 1999. ശരിയുത്തരം ബി 1996. പി എൻ പണിക്കർ സ്മാരക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷമാണ്? ഉത്തരങ്ങൾ എ 2000, ബി 2002, സി 2004, ഡി 2006. ശരിയുത്തരം സി 2004. കേരളത്തിന്റെ വായന ദിനമായ ജൂൺ 19 ദേശീയ തലത്തിൽ വായന ദിനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ പേര്? എ PV നരസിംഹറാവു, ബി IK ഗുജ്റാൾ, സി മൻമോഹൻ സിംഗ്, ഡി നരേന്ദ്രമോദി. ശരിയുത്തരം ഡി നരേന്ദ്രമോദി. നരേന്ദ്രമോദി. ഏതു വർഷമാണ് ദേശീയ തലത്തിൽ ജൂൺ 19 വായന ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത്? ഉത്തരങ്ങൾ നോക്കാം. എ 1996, ബി 1997, സി 2004, ഡി 2017. ശരിയുത്തരം ഡി 2017. ഏത് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് പി എൻ പണിക്കരെ മഹാനാക്കിയത്? ഉത്തരങ്ങൾ നോക്കാം. എ ഗ്രന്ഥശാല, ബി കായികം, സി രാഷ്ട്രീയം, ഡി സാഹിത്യം. ശരിയുത്തരം എ ഗ്രന്ഥശാല. ഗ്രന്ഥശാല മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. കേരളത്തിൽ ജൂൺ 19 മുതൽ ഏതുവരെയാണ് വായന പക്ഷം ആയി ആചരിക്കുന്നത്? വായന പക്ഷാചരണം നടത്തുന്നത്? എ ജൂൺ 31, ബി ജൂലൈ 4, സി ജൂലൈ 5, ഡി ജൂലൈ 7. ശരിയുത്തരം ഡി ജൂലൈ 7 വരെ. ദേശീയ തലത്തിൽ ജൂൺ 19 വായന ദിനം മുതൽ വായന മാസം ആചരിക്കുന്നത് ഏതുവരെയാണ്? ഉത്തരങ്ങൾ നോക്കൂ. എ ജൂൺ 30, ബി ജൂലൈ 7, സി ജൂലൈ 18, ഡി ജൂലൈ 31. ശരിയുത്തരം സി ജൂലൈ 18. 1945 സെപ്റ്റംബർ 14 പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഗ്രന്ഥശാലകളുടെ സംഘടനയുടെ പേര്? എ കേരള ഗ്രന്ഥശാല സംഘം, ബി കേരള സ്റ്റേറ്റ് ഗ്രന്ഥശാല സംഘം, സി അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം,
ഡി തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം. ശരിയുത്തരം സി അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം. വായനാ ദിന ക്വിസ് ജയിക്കാൻ ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ. മലയാളത്തിൽ മഹാകാവ്യം എഴുതിയ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട ആദ്യ കവി. എ കുഞ്ചൻ നമ്പ്യാർ, ബി ചെറുശ്ശേരി, സി എഴുത്തച്ഛൻ, ഡി പൂന്താനം. ശരിയുത്തരം ബി ചെറുശ്ശേരി. ചെറുശ്ശേരി. കൃഷ്ണപ്പാട്ട് അഥവാ കൃഷ്ണഗാഥ എന്ന പേരിലുള്ള മഹാകാവ്യം എഴുതിയ കവിയുടെ പേര്. എ പൂന്താനം, ബി ഉണ്ണായി വാര്യർ, സി ചെറുശ്ശേരി, ഡി ഉള്ളൂർ. ശരിയുത്തരം സി ചെറുശ്ശേരി. ചെറുശ്ശേരി. തുള്ളൽപ്പാട്ടുകൾ എഴുതി വേഷവിധാനം ഒരുക്കി വേദിയിൽ അവതരിപ്പിക്കുകയും തുള്ളലിന്റെ പിതാവ് എന്ന് അംഗീകരിക്കപ്പെടുകയും ചെയ്ത മഹാകവി ആരാണ്? എ കുഞ്ചൻ നമ്പ്യാർ, ബി കുഞ്ചുകുറുപ്പ്, സി കുമാരനാശാൻ, ഡി ഇ വി കൃഷ്ണപിള്ള. ശരിയുത്തരം എ കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളലിന്റെ പിതാവ്. എഴുത്തച്ഛന്റെ ജന്മസ്ഥലം എവിടെയാണ്? എഴുത്തച്ഛന്റെ ജന്മസ്ഥലം എവിടെയാണ്? എ ചിറക്കൽ, ബി തിരൂർ, സി ലക്കിടി, ഡി കിളിമാനൂർ. ശരിയുത്തരം ബി തിരൂർ. തിരൂർ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം എവിടെയാണ്? എ കണ്ണൂർ, ബി കോട്ടയം, സി തിരുവനന്തപുരം, ഡി തിരൂർ. ശരിയുത്തരം ഡി തിരൂർ. തിരൂർ ആണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ്? എ ഭോപ്പാൽ, ബി കോഴിക്കോട്, സി കൊൽക്കത്ത, ഡി ജയ്പൂർ. ശരിയുത്തരം ബി കോഴിക്കോട്. കോഴിക്കോട്. അക്ഷരനഗരം എന്ന് കേരളീയർ വിളിക്കുന്ന നഗരമേത്? അക്ഷരനഗരം എന്ന് കേരളീയർ വിളിക്കുന്ന നഗരമേത്? എ കോട്ടയം, ബി തൃശൂർ, സി കോഴിക്കോട്, ഡി കണ്ണൂർ. ശരിയുത്തരം എ കോട്ടയം. കോട്ടയം. വള്ളംകളിയിൽ തുഴച്ചിൽക്കാർ പാടുന്ന പാട്ടിന്റെ പേര്. എ വള്ളപ്പാട്ട്, ബി തോണിപ്പാട്ട്, സി തുഴച്ചിൽപ്പാട്ട്, ഡി വഞ്ചിപ്പാട്ട്. ശരിയുത്തരം ഡി വഞ്ചിപ്പാട്ട്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. ഇങ്ങനെ തുടങ്ങുന്ന മാമ്പഴം എന്ന കവിത രചിച്ച കവിയുടെ പേരെന്ത്? എ ONV, ബി വൈലോപ്പിള്ളി, സി വയലാർ, ഡി ചങ്ങമ്പുഴ. ശരിയുത്തരം ബി വൈലോപ്പിള്ളി. ലോക സാക്ഷരതാ ദിനം എന്നാണ് ആചരിക്കുന്നത്? എ മാർച്ച് 8, ബി ജൂൺ 19, സി സെപ്റ്റംബർ 8, ഡി ഡിസംബർ 10. ഉത്തരം നോക്കാം. സി സെപ്റ്റംബർ 8. സെപ്റ്റംബർ 8-നാണ് ലോക സാക്ഷരതാ ദിനം. കേരളത്തിൽ ഗ്രന്ഥശാല ദിനം ആചരിക്കുന്നത് എന്നാണ്? എ ജൂൺ 19, ബി സെപ്റ്റംബർ 8, സി സെപ്റ്റംബർ 14, ഡി നവംബർ 11. ഉത്തരം സി സെപ്റ്റംബർ 14. ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നത് എന്നാണ്? എ സെപ്റ്റംബർ 8, ബി ഒക്ടോബർ 3, സി നവംബർ 1, ഡി നവംബർ 11. ശരിയുത്തരം ഡി നവംബർ 11. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? എ മാർച്ച് 8, ബി ഏപ്രിൽ 23, സി ജൂൺ 5, ഡി ജൂൺ 19. ശരിയുത്തരം ബി ഏപ്രിൽ 23. കേരളത്തിൻ്റെ സാംസ്കാരിക നഗരം എന്ന് വിളിക്കുന്നത് ഏത് നഗരത്തെയാണ്? എ തിരുവനന്തപുരം, ബി കോട്ടയം, സി തൃശൂർ, ഡി തലശ്ശേരി. ശരിയുത്തരം സി തൃശൂർ. സി തൃശൂർ. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത എഴുതിയതാരെ? ശരിയുത്തരം കമന്റ് ചെയ്തോളൂ. ഇപ്പോൾ തന്നെ ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.